എല്ലാവിധ ചർമ്മരോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ. ലേസർ ഹെയർ റിമൂവൽ, ഹൈഡ്രാ ഫേഷ്യൽ, ലേസർ ടാറ്റു റിമൂവൽ, കാർബൺ പീൽ ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി, കോസ്മെറ്റിക് ഗൈനക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം. ടു ലുക്ക് ഗുഡ് നൗ ആൻഡ് എവർ ആഫ്റ്റർ. അസീസിയ ഹെൽത്ത് പ്ലസ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തെറ്റിക് സെന്റർ, പൊറ്റത്തപ്പടി, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വഖഫ് ബോർഡിൽ യഥാർത്ഥ മുത്തവല്ലിമാർക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. വഖഫ് ബോർഡുകളിൽ യഥാർത്ഥ മുത്തവല്ലിമാർക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സർക്കാരുകൾ ശ്രദ്ധിക്കണമെന്ന് കേരള മുത്തവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നതാണ് മുത്തവല്ലിമാരുടെ ഉത്തരവാദിത്തം. അതിനുവേണ്ടിയാണ് മുത്തവല്ലീസ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുള്ളത്. 100ഉം 50ഉം അതിലധികവും ഏക്കർ കണക്കിന് സ്വത്തുക്കൾ വഖഫ് ചെയ്ത പുരാതന മുസ്ലിം കുടുംബങ്ങൾ ഒരുപാടുണ്ട്. 1962 വഖഫ് ബോർഡ് ഇത്തരം കുടുംബങ്ങളിലെ മുത്തവല്ലിമാരെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മതസ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ സ്വന്തം ഭൂമി നൽകിയ മുത്തവല്ലിമാരെ എല്ലാ കാലത്തും മാറി മാറി വരുന്ന സർക്കാരുകൾ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം, ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾക്ക് തോന്നിയത് ഈ വഖഫ് സ്വത്തുക്കളൊക്കെ കണ്ടമാനം ദുരുപയോഗം ചെയ്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുത്ത ആൾക്കാര് ഇതിലൊന്നും ഇടപെടാത്തതുകൊണ്ട് കുറെ കൊല്ലങ്ങളായിട്ട് ദുരുപയോഗം നന്നായി നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ ഒരു സംഘടന ആവശ്യമാണ്. അതുകൊണ്ട് ഈ പഴയ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ വെച്ചിട്ട് വഖഫ് ബോർഡിൽ മുത്തവല്ലിയായി രജിസ്റ്റർ ചെയ്ത 1961 വഖഫ് ബോർഡ് വന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത മുത്തവല്ലിമാരെ വെച്ച് ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുകയും അതിന്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ പലർക്കും തോന്നാൻ എന്തിനാ മുത്തവല്ലിമാരുടെ സംഘടന? മുത്തവല്ലിമാർക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഞാൻ പറയാം. ഇപ്പോ വഖഫ് ബോർഡൊക്കെ ഇല്ലാത്ത കാലത്താണ് നമ്മുടെ നാട്ടില് ഈ പള്ളികളും മദ്രസകളും മറ്റുള്ള മത സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പൊ നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യമാണ്. ഫറൂഖ് കോളേജിൽ ആദ്യമായിട്ട് തുടങ്ങാൻ സമയത്ത് എറണാകുളത്തിലുള്ള സേട്ട് സാഹിബ് 100 ഏക്കർ സ്ഥലം അതിന് കൊടുത്ത് അതൊക്കെ പന്യാധീനപ്പെട്ടുപോയി. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരു വിധി വന്ന് അതൊക്കെ സ്വത്തല്ലാന്ന് അതിപ്പോ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുക. സത്യത്തിൽ അത് വഖഫാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിന് കോടതി തീരുമാനിക്കാം. എന്തായാലും അത് ദുരുപയോഗം ചെയ്യുന്നു. ഫറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് ആണോ ആരാണെന്ന് അറിഞ്ഞോടെ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉദാഹരണം പറഞ്ഞുള്ളൂ. അതേപോലെ തന്നെ മറ്റു പല മതധർമ്മ സ്ഥാപനങ്ങളിലും ദുരുപയോഗം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വഖഫ് ബോർഡ് പോലും അതിന് ശരിയായൊരു നടപടി എടുക്കുന്നില്ല. എന്തെങ്കിലും നടപടി എടുക്കാൻ തുടങ്ങുമ്പോൾ അതിൽ രാഷ്ട്രീയ നടപടികൾ നടത്തി അതില്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ അതിനൊക്കെ തരണം ചെയ്യാനും അതിനൊക്കെ നേരിടാനും വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. വഖഫ് രജിസ്ട്രേഷൻ മുത്തവല്ലി എന്നിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ മുത്തവല്ലി അല്ലാത്ത പള്ളികളും മദ്രസകളും മറ്റു പല മതസ്ഥാപനങ്ങളും ഉണ്ട്. വേണം പല മുസ്ലിം സിദ്ധന്മാർക്ക് നിങ്ങൾക്കൊക്കെ അറിയാം. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ശബരിമല ദേവസ്വം ബോർഡ്, എന്നാൽ ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്കാണ് കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഞങ്ങളെ കൺട്രോൾ എത്തിക്കാനാണ് ഇറ്റലിയിൽ നിന്നുള്ള കൺട്രോളാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റുകളും മറ്റുള്ള സ്ഥാപനങ്ങളും കണ്ണായ സ്ഥലങ്ങളിലൊക്കെ സ്വത്തുക്കളുണ്ട്. ഞാൻ പരാതി പറയല്ല, അവരാണ് ശബരിമലയിലൊക്കെ എന്താണ്. അപ്പോ ഇതൊന്നും ഇല്ലാത്തൊരു കൺട്രോളാണ് മറ്റൊരു. ഒരു ചോദ്യം മാത്രമേ വന്നുള്ളൂ. കഴിവുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നെക്കാളും കൂടുതലായി കേരളത്തിൽ വഖഫ് സ്വത്തുകളിൽ ഉൾപ്പെട്ട ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട്. കയ്യേറ്റവും അനധികൃത രേഖകൾ ഉണ്ടാക്കി വിൽപ്പനയും നടത്തിയതാണ് നഷ്ടപ്പെടാൻ കാരണം. ഇത്തരത്തിലുള്ള വഖഫ് ഭൂമികൾ തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡും സംസ്ഥാന സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണം. വഖഫ് സ്വത്തായി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഭൂമികൾ സംരക്ഷിക്കാനും നടപടികൾ വേണം. ഇക്കാര്യത്തിൽ സർക്കാരിന് എല്ലാവിധ സഹായവും പിന്തുണയും നൽകാൻ കേരള മുത്തവല്ലി അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ പല വഖഫിൽ ഉൾപ്പെട്ട സ്വത്തുക്കൾക്കും നികുതി അടയ്ക്കാൻ
പറ്റാത്ത സാഹചര്യമുണ്ട്. രേഖകളുടെ അപര്യാപ്തതയാണ് പ്രധാന കാരണം. നികുതി സ്വീകരിക്കാത്തത് ഈ വഖഫ് സ്വത്തുക്കൾ കാലക്രമത്തിൽ അന്യാധീനപ്പെടാൻ കാരണമായേക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതിനാൽ സർക്കാരും റവന്യൂ വകുപ്പും വഖഫ് സ്വത്തുക്കളുടെ നികുതി കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട നികുതി അടയ്ക്കുന്നതിനുള്ള ചട്ടങ്ങൾ ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ വഖഫ് ബോർഡിന്റെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണം, അവർ പറഞ്ഞു. സംസ്ഥാനത്തെ വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കോടതികളിലും ട്രൈബ്യൂണലുകളിലും അനന്തമായി നീളുന്ന ഒരുപാട് കേസുകളുണ്ട്. കേസുകളിലെ വിധിയിലുണ്ടാകുന്ന കാലതാമസം വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നതിലേക്ക് എത്തുന്ന അനുഭവങ്ങളുമുണ്ട്. അതിനാൽ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ കാലബന്ധിതമായി തീർപ്പുകൾ കൽപ്പിക്കുന്നതിന് പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കാൻ വഖഫ് ബോർഡ് മുൻകൈയെടുക്കണമെന്നും കേരള മുത്തവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ കേരള മുത്തവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ അഹമ്മദ് മൂപ്പൻ, ജനറൽ സെക്രട്ടറി KPO റഹ്മത്തുള്ള, സംസ്ഥാന സമിതി അംഗം കൊളക്കാട്ടിൽ കുഞ്ഞി മുഹമ്മദ് എന്ന പൂച്ചിയാപ്പു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.